ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ചില യൂട്യൂബേഴ്സിൻ്റെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിടുക. വെറും സീറോയിൽ നിന്ന് ജീവിച്ചിരുന്ന അവർ നല്ല ഒരു പൊസിഷനിലെത്തുകയും വീട്, കാറ് എന്നീ സൗകര്യങ്ങളൊക്കെ എന്നീ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് യൂട്യൂബിൽ നിന്നാണെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ്. നൗഫൽ പാലക്കാട് അങ്ങനെയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ നമ്മളുടെ വീഡിയോകളിൽ അയാളും അമ്മയും കൂടിയുള്ള ആ കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോൾ അയാൾ വെറും ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഓരോ വീടിൻ്റെയും ചോര് പണിയും ഇഷ്ടിക പണിയും ഒക്കെ ചെയ്തിരുന്ന ഒരാൾ. അപ്പോൾ ആ അമ്മയും മകനും എന്നുള്ള ആ ഒരു യൂട്യൂബ് ചാനൽ വളരെ ക്ലിക്കാവുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ആ അമ്മ നൗഫലിൻ്റെ അച്ഛൻ എന്ന വ്യക്തിയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ വളർത്തിയ മകൻ എന്നുള്ള നിലയിൽ ആ കുടുംബത്തിൻ്റെ നെടുന്തൂണായി മാറിയ നൗഫലിനോട് എല്ലാവർക്കും വളരെ സന്തോഷവും വാത്സല്യവും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ തൻ്റെ വാപ്പയുടെ സ്നേഹം വേണ്ട രീതിയിൽ അല്ലെങ്കിൽ കെയറിങ് ഒന്നും അനുഭവിക്കാതെ വളർന്ന രണ്ട് പെങ്ങന്മാരുൾപ്പെടെയുള്ള കുടുംബത്തിൽ താങ്ങായി നിന്ന ആ ചെറുപ്പക്കാരനോടും അയാളുടെ അമ്മയോടുമുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു അവരുടെ യൂട്യൂബ് വീഡിയോയുടെ വിജയമെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ആ അച്ഛനെ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു, അയാൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നു. അങ്ങനെ ഏറ്റവും മാതൃകയായിട്ടൊക്കെ പോയിരുന്ന ആ യൂട്യൂബ് ചാനലിന് ഒരുപാട് ലാക്സ് ഓഫ് വ്യൂ ഉണ്ടാവുന്നു. അയാളുടെ പെങ്ങളുടെ വിവാഹം ഈയിടെ അടുത്ത് നടക്കുന്നു, അതിനും ഒരുപാട് വ്യൂസ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചാനലിൻ്റെ ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ. പിന്നെ അയാളുടെ ഭാര്യ ഇപ്പോൾ പ്രസവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം സബ്സ്ക്രൈബേഴ്സിനോട് ചേർന്ന് നിന്ന് അയാൾ ഇതാ ലേബർ റൂമിലേക്ക് കയറ്റി, ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്, ഞാനും ഉമ്മയും വന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ എല്ലാ അപ്ഡേഷനും കൊടുത്ത് കുഞ്ഞിനെ പ്രസവിച്ചു അല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ചു എന്നുള്ള ഒരൊറ്റ ന്യൂസ് മാത്രം അയാൾ പറഞ്ഞ് എന്ത് കുഞ്ഞാണെന്ന് റിവീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, നിന്നെ നീയാക്കിയത്, അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോട് ഇത്രയും ഇത് പാടുണ്ട്, എന്ത് കുഞ്ഞാണെന്ന് പറഞ്ഞൂടെ? ഇല്ല, അത് ഞാൻ അളിയനും പെങ്ങളുടെ ഭർത്താവും ഒക്കെയുള്ള കുടുംബത്തിലെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു ജെൻഡർ റിവീല് എന്നുള്ള ഒരു വീഡിയോ പ്രത്യേകം തന്നെ കണ്ടന്റ് ചെയ്യാം. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ അതുവരെ നമ്മളാക്കിയ സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് ചുറ്റുമുള്ളപ്പോൾ എനിക്കിതാ ഇന്ന കുഞ്ഞാണ്, എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് വെളിപ്പെടുത്തുന്നതിന് പകരം സ്വന്തം കുഞ്ഞിനെ എന്ത് ആണ് അല്ലെങ്കിൽ എന്ത് കുഞ്ഞാണ് എന്ന് പോലും വളരെ സസ്പെൻസായിട്ട് അതിന് തന്നെ ഒരു 2-3 കണ്ടന്റ് ഉണ്ടാക്കി അയാൾ അറിയിക്കുന്നു. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയിച്ചു. അത് സബ്സ്ക്രൈബേഴ്സിൽ കുറച്ചൊന്നുമല്ല അയാളിൽ അപ്രീതി ഉണ്ടാക്കിയത് എന്ന് പറയാതെ വയ്യ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് എന്താണെന്ന് അറിയിച്ച് കുഞ്ഞിനെ അയാൾ ക്യാമറയിൽ കാണിക്കുന്നില്ല. അതിന് അയാൾ പറയുന്നൊരു കാര്യം, കുഞ്ഞിനെ അങ്ങനെ ഒരുപാട് നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ഇൻഫെക്ഷൻ ആയാലോ, അതിലുപരി അന്ധവിശ്വാസം കാരണം വീട്ടിലുള്ളവരും മുതിർന്നവരൊന്നും കുഞ്ഞിനെ ഇപ്പോൾ കാണിക്കേണ്ട എല്ലാവരെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളെ സന്ദർശിക്കുന്ന ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സിനും ആ ആസ്പത്രിയിൽ അവരുടെ കുഞ്ഞിനെ നേരിട്ട് കാണാനായിട്ട് യാതൊരു വക തടസ്സമില്ല എന്നാണ്. അപ്പോൾ വരുന്ന സന്ദർശകർക്ക് കുഞ്ഞിനെ കാണിക്കാം, വരുന്നവരൊക്കെ കുഞ്ഞിനെ കാണുന്നുണ്ട്, എല്ലാവരെയും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അയാളുടെ ബന്ധുക്കളും എല്ലാവരും വന്ന് കുഞ്ഞിനെ കാണുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ മാത്രം ഇൻഫെക്ഷൻ ആവും, കുഞ്ഞിനെ കണ്ണു പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു അന്ധവിശ്വാസത്തിൽ പൊതിഞ്ഞ ഒരു ഡിമാൻഡ്. ഏത് മനുഷ്യനും പൈസ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, അതായത് ജീവിതത്തിൽ ഒരുവിധം അയാൾ നേടിക്കഴിഞ്ഞു, വീടായി, കാറായി, ഉള്ള ഭൗതിക സൗകര്യങ്ങളായി, പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അപ്പോൾ ഭാര്യയുടെ പ്രസവം, അതിന് പെങ്ങളുടെ വിവാഹം തന്നെ അയാളിട്ടുള്ള വീഡിയോകൾ എന്തുമാത്രം കണ്ടന്റ് ആക്കിയിട്ടാണ് അയാൾ ആ വിവാഹം നടത്തിയത്. അതായത് പെങ്ങൾ കരയുന്നത് കൊളാക്കി, ഇയാൾ കരയുന്നത് ഇയാളുടെ കൂട്ടുകാരെ കൊണ്ട് വീഡിയോ ചെയ്ത്, അങ്ങനെ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും ഉള്ള എല്ലാ വീഡിയോകളും അയാളുടെ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടന്റ് ആവുകയും അയാളുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും അയാൾ റിവീൽ ചെയ്ത് എല്ലാം കണ്ടൻ്റാക്കി സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് കാണിച്ച് ലാക്സ് ഓഫ് വ്യൂ ആയിട്ട് അയാൾ പൈസ വാങ്ങുന്നു. പക്ഷേ പ്രസവത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ എന്ത് കുഞ്ഞാണെന്നുള്ളത് സർപ്രൈസായിട്ട് വീണ്ടും കണ്ടൻ്റാക്കി റിവീൽ ചെയ്യുന്നു. ഇനി കുഞ്ഞിനെ കാണിക്കൽ ഒരു വലിയ കണ്ടൻ്റാക്കാനുള്ള ഒരുക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് അത് വളരെ സങ്കടത്തോടു കൂടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എത്രയോ വലിയ യൂട്യൂബേഴ്സ് 24 കൊല്ലമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുണ്ടായവർ പോലും കുഞ്ഞ് പ്രസവിച്ച ഉടനെ കാണിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ ആ കുഞ്ഞിനെ കാണിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഒരു ധാർമ്മിക രോഷത്തിൻ്റെ പേരിൽ ഒരുപാട് പേര്, കാരണം അത്രമാത്രം സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സാണ് അങ്ങനെയൊക്കെയുള്ള കമൻ്റ് ഇട്ടിട്ടുള്ളത് എന്നുള്ളൊരു സത്യം തന്നെയാണ് കേട്ടോ. ഒരു കവിതാശകലം പറയില്ലേ, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. നമ്മളാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സാണ്. ഫാമിലി വ്ളോഗേഴ്സിന് കൂടുതൽ
സ്വീകാര്യത കിട്ടുന്നതും ഒരുപാട് വ്യൂസ് കിട്ടുന്നതും അവരുടെ ജീവിതം മൊത്തം മാറ്റിമറിയുന്നതും ഇപ്പം മല്ലു ഫാമിലി ആയാലും ഇയർ ഇൻ ലവ് ആയാലും നമ്മളുടെ മുന്നിൽ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചത് യൂട്യൂബ് ചാനലാണ്. അത് ഫാമിലി ചാനലാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിന് അവരോടുള്ള ഭ്രാന്തമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അപ്പം നൗഫൽ പാലക്കാടിൻ്റെ ആ ജീവിത ഗ്രാഫ്, അതായത് അയാളുടെ ആ ലൈഫ് ഗ്രാഫിൻ്റെ ആ ഉയർച്ച ഏറ്റവും അധികം അയാളുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ലാക്സ് ഓഫ് വ്യൂ ഉള്ള അയാളുടെ എല്ലാ കണ്ടൻറ്റും അയാൾ തുടക്കത്തിലെ പെങ്ങന്മാരും അമ്മയും ഒക്കെ ആയിട്ടുള്ള ആ നല്ല നല്ല വ്ളോഗുകൾ, അച്ഛൻ്റെ രംഗപ്രവേശനം, അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കൽ, അച്ഛനെ ചികിത്സ കൊടുക്കൽ, അങ്ങനെ എല്ലാത്തിനും നല്ല നല്ല വ്യൂസും നല്ല നല്ല സപ്പോർട്ടുമായിട്ട് കൂടെ നിന്ന സബ്സ്ക്രൈബേഴ്സിനോട്, അയാളുടെ പെങ്ങളുടെ വിവാഹം കണ്ടന്റാക്കി അതൊക്കെ കണ്ട് വിജയിപ്പിച്ച സബ്സ്ക്രൈബേഴ്സിനോട്, സ്വന്തം ഒരു കുഞ്ഞുണ്ടായപ്പോൾ അതിൻ്റെ ജെൻഡർ റിവീലും വളരെ സർപ്രൈസായിട്ട് ഇനി ആ കുഞ്ഞിനെ കാണിക്കുക എന്നുള്ളതും വലിയൊരു, അതായത് ആ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് മാത്രമായിരിക്കും ഗംഭീരമായിട്ടുള്ളൊരു ഫംഗ്ഷൻ നടത്തി അത് ഒരു 20 lakhsോ 10 lakhsോ ഒക്കെ വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആക്കിയിട്ടാണ് സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അയിത്തം കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വന്ന വഴി തിരിഞ്ഞു നോക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലേ. അയാളുടെ ചാനലിൻ്റെ ഏറ്റവും വിജയകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അയാൾക്ക് തന്നെ അറിയാം. എന്നിട്ടും മറ്റുള്ള ഹോസ്പിറ്റലിൽ വന്ന് സന്ദർശകരൊക്കെ ഇഷ്ടംപോലെ അയാളുടെ കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഞാൻ ഈ കുഞ്ഞിനെ കാണിച്ചു തരില്ല, അതിനൊക്കെ ഒരു വീഡിയോ വരട്ടെ, ഒരു കണ്ടന്റ് വരട്ടെ എന്നൊക്കെ പറയുന്ന ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് പറയാതെ വയ്യ. കാരണം നമ്മൾ പറയില്ലേ, ആരാധകരെ വെട്ടുകിളികളെ പോലെയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത്രമാത്രം സ്നേഹത്തോടു കൂടി ഭ്രാന്തമായ ആവേശത്തോടു കൂടി ഒരു യൂട്യൂബറിനെ എന്ത് സങ്കടത്തിലും അയാൾ ആശ്വസിപ്പിക്കുകയും അയാളുടെ സന്തോഷത്തിൽ അയാളോടൊപ്പം മാർത്തു നിന്ന് ചിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ അയാൾ എന്തെങ്കിലും അവരെ ഒരു വഞ്ചനയോ അല്ലെങ്കിൽ അവരെ ഒരു പറ്റിക്കുകയാണ് എന്നൊക്കെ തോന്നി തുടങ്ങിയ മൊത്തം അയാളെ നമുക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഫാമിലി, ഇപ്പം മല്ലു ഫാമിലിയിലെ സുജിൻ്റെ വണ്ടി വാങ്ങലിൽ അയാൾ നേരിട്ട വിമർശനങ്ങൾ, അയാൾ നേരിട്ട എന്താ പറയുക, ആ സൈബർ അറ്റാക്ക് വളരെ വലുതായിരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ്, അതായത് ഫാമിലി ചാനലിൻ്റെ വിജയകരമായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് അവരുടെ സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് സബ്സ്ക്രൈബേഴ്സിനെ വശത്താക്കുക, സബ്സ്ക്രൈബേഴ്സ് അത് കണ്ട് അവരെ വിജയിപ്പിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ സബ്സ്ക്രൈബേഴ്സാണ് എല്ലാം എന്ന് മനസ്സിലാക്കേണ്ട ഒരു യൂട്യൂബർ എന്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ ഇങ്ങനെയൊരു നാടകം കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയായാലും പണം മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിയാലും നമ്മൾ വന്ന വഴി തിരിഞ്ഞൊന്ന് നോക്കണത് ഏറ്റവും കൂടുതൽ അയാളുടെ നിലനിൽപ്പിനും തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.